ശ്രീ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ്. സർ, നമ്മുടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൽ വലിയ കാതലായൊരു മാറ്റം പരിവർത്തനം ഉണ്ടാക്കാൻ അങ്ങയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്ക് കഴിഞ്ഞു. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ 75ാം വാർഷിക ആഘോഷിക്കുന്ന വേളയിൽ ഭാവി കേരളത്തിൻ്റെ വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ട് വ്യവസായ മേഖലയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയം എന്താണ്, പുതിയ ആശയം പദ്ധതികൾ എന്താണെന്ന് പറയാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, 75ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വ്യവസായ മേഖലയിലെ ഒരു മുന്നേറ്റത്തിനാവശ്യമായ പദ്ധതികൾ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വ്യവസായ മേഖലയിലെ വളർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരള മാതൃകയുടെ സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാം സാർ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവും ക്ഷേമ പ്രവർത്തനങ്ങളിലുള്ള മുന്നേറ്റവുമാണ്. എന്നാൽ EMS ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഉൽപ്പാദന മേഖലയിലെ ഈ മുരടിപ്പും പശ്ചാത്തല സൗകര്യ മേഖലയിലെ പിന്നോട്ടടിയും മറികടന്നില്ലെങ്കിൽ ഈ നേട്ടങ്ങൾ നിലനിർത്താൻ പോലും കഴിയാത്ത സാഹചര്യം വരുമെന്ന് കാണുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തെ ഈ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രീകരണം കേരള മാതൃകയുടെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും കേരള മാതൃകയുടെ ദൗർബല്യമായി കണ്ട പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കുറവും ഉൽപ്പാദന മേഖലയിലെ മുരടിപ്പും ഇത് രണ്ടും മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കിയുള്ളതായിരുന്നു. അതിൽ കേരളത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 10 വർഷം കൊണ്ട് കേരളം നേടിയിട്ടുള്ള മാറ്റം നേരിട്ട് പ്രതിഫലിപ്പിക്കുന്നത്. സാർ, അതിൻ്റെ തുടർച്ചയിൽ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒന്ന് വിഴിഞ്ഞം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അത് പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷമുള്ള വ്യാവസായികമായിട്ടുള്ള സാധ്യതകളെ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ തന്നെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഗ്ലോബൽ സിറ്റി പ്രൊജക്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതിയാണെങ്കിലും കേന്ദ്രം നമുക്ക് അനുമതി നൽകിയില്ല. ആദ്യം തുടങ്ങാൻ അവരുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അതിന് തുടക്കം ഇട്ടത്. എന്നാൽ ഇപ്പോൾ അത് സ്റ്റാറ്റസ് എങ്കിലും നൽകണം എന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി, കോട്ടയത്തൊരു മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് വ്യവസായ ഇടനാഴി 2000 ഏക്കർ സ്ഥലത്തുള്ള പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബയോടെക് ലൈഫ് സയൻസ് സിറ്റി, എയ്റോ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ, ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ക്യാമ്പസ്, സ്പോർട്സ് ഉപകരണ നിർമ്മാണം, ഇത് പുതിയ തീം ബേസ്ഡ് ആയിട്ടുള്ള പാർക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാർ. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, മെഗാ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, 2 ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സീ ഫുഡിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് പാർക്ക്, അതുപോലെ തന്നെ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ പാർക്ക്, നാളികേര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം, കയർ നാച്ചുറൽ ഫൈബർ ക്ലസ്റ്റർ, സർക്കുലർ ഇക്കണോമി ആൻഡ് റീസൈക്ലിംഗ് പാർക്ക്, ഇങ്ങനെ തീം ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് പാർക്കുകളും ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വെർട്ടിക്കൽ ഇന്നൊവേഷൻ എന്ന് വെച്ചാൽ ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ, അതിനാണ് നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹൊറിസോണ്ടലായിട്ടല്ല, തിരശ്ചീനമായിട്ടുള്ള ലംബമായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഇന്നൊവേഷൻ ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. വിമാനത്താവള അധിഷ്ഠിത വികസനം, ഇപ്പോൾ ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട്, അതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ, കണ്ണൂർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25 സെക്ടർ സ്പെസിഫിക് പാർക്കുകൾ, അത് മുൻഗണനാ മേഖലകൾക്കായിട്ട് കിൻഫ്ര സ്ഥാപിക്കുമെന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ വനിതാ സംരംഭകത്വം സാർ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലുള്ള MSMEകൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 40% വനിതാ സംരംഭകരാണ്. അത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന, ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വനിതാ പങ്കാളിത്തമാണ്. അതുകൊണ്ട് വനിതാ സംരംഭകത്വ പാർക്ക് ആരംഭിക്കണമെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സഹകരണ വ്യവസായ പാർക്കുകൾ സഹകരണ വകുപ്പുമായി ചേർന്ന് വികസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ സ്കിൽ യൂണിവേഴ്സിറ്റി, ഒരു PPP മോഡലിൽ ഭാവിയിലെ വ്യവസായ ആവശ്യങ്ങൾക്കായി യുവാക്കളെ സജ്ജമാക്കാൻ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റി, അത് ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് GCC, 200 ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ കേരളത്തിൽ ആരംഭിക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 എണ്ണത്തിന് നമ്മൾ ഒപ്പുവെച്ചു, 44 എണ്ണം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് സഹായകരമായൊരു പദ്ധതിയായിട്ട് കാണുന്നത്. അതുപോലെ പ്രത്യേക ടൗൺഷിപ്പുകൾക്കുള്ള ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് നിലവിലുള്ള നിയമമുണ്ട്, അതൊന്നുകൂടി റീവിസിറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് കണ്ടിട്ടുണ്ട്. മിഷൻ 1 lakh ചെറിയ സംരംഭങ്ങൾ, ഒരു 50 ലക്ഷം 60 ലക്ഷമൊക്കെ ടേൺ ഓവറുള്ള ചെറിയ സംരംഭങ്ങൾ, അങ്ങനെ 1 ലക്ഷം സംരംഭങ്ങളെ 1 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. മിഷൻ 1 lakh. മിഷൻ 1000 ഇപ്പോൾ 544 സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 100 കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ. അതുപോലെ MSME ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ, AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. സോഴ്സിംഗ് കേരള, ഇടനിലക്കാരില്ലാതെ തന്നെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് എത്തിക്കുക. കേരള ക്രാഫ്റ്റ് ട്രയൽ,
വിനോദസഞ്ചാരികളെ പരമ്പരാഗത വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി, പിന്നെ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ലാൻഡ് പൂളിംഗ് സംവിധാനം. ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ പുതിയ ഫേസിന് വേണ്ടി കിഴക്കമ്പലം കുന്നത്നാട് ബഹുമാനായ കുന്നത്നാട് MLA-യുടെ പ്രദേശത്ത് ലാൻഡ് പൂളിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ GCDA ആണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അധിക ഭൂമി ഉപയോഗപ്പെടുത്തുന്ന പൊതുനയവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതാണ് സാർ 75ാം വാർഷികത്തിൻ്റെ കൂടി ഭാഗമായി അടുത്ത 31ലേക്കുള്ള കർമ്മ പദ്ധതിയായിട്ട് ഗവൺമെൻറ് കാണുന്നത്.